വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു മിക്സിയിലൊന്നും അടിക്കാത്ത നല്ലൊരു പഴം ജ്യൂസ് ഉണ്ടാക്കുക. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അതിന് വേണ്ടി നമുക്ക് ഒരു വലിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഇതൊരു പാളയം കോടൻ പഴമാണ്, നല്ല പഴുത്ത പഴം വേണം, എന്നാലും നമുക്ക് നന്നായി ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഴം നല്ല മധുരം ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഒരു പഞ്ചസാര ഇടുമ്പോൾ ശരിക്കും ഇതിന് മധുരം കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനും പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റ് ഇതുപോലെ നമ്മൾ ഒരു ഫോക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ അങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. പശുപാലായാലും കുഴപ്പമില്ല, നാളികേരപ്പാൽ ആകുമ്പോൾ കുറച്ചൊരു ഇത്തിരി ടേസ്റ്റ് കൂടുതലുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് ഇത് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലും ഇത്തിരിയും കൂടെ കട്ടി കുറവ് മതിയെങ്കിൽ ഒരു ഗ്ലാസ്സും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ജ്യൂസ് ഇത്തിരി കട്ടിയിൽ തന്നെയാണ് നല്ലത്. നമുക്കിങ്ങനെ കോരി കഴിക്കണ ഒരു പാകമാണ് ഈ ജ്യൂസ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കപ്പലണ്ടി വേണം. അപ്പോൾ കപ്പലണ്ടി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പലണ്ടി ഇത്തിരി അധികം തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മൾ പഴം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല തണവും ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് കോരി മാറ്റാം ആവശ്യത്തിനുള്ളത്. കുറച്ച് ഐസ് ക്യൂബ്സും കപ്പലണ്ടിയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കോരി ഒഴിക്കുക. ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടി കപ്പലണ്ടി ഇട്ട് നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് നമ്മൾ ഷേക്ക് പഴം കൊണ്ടുള്ള ഷേക്കിൻ്റെ ടേസ്റ്റ് വേറെ ടേസ്റ്റ്, ഇത് നമ്മളൊരു നാടൻ ജ്യൂസിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.